വെൽക്കം ബാക്ക് ടു ഹണിബീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ കാലിക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഇവൻറ്റായിട്ട് ബന്ധപ്പെട്ടൊരു വ്ളോഗാണ്. ഇനിയുള്ള നമ്മുടെ കുറച്ച് വ്ളോഗുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വ്ളോഗുകളിൽ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും അഞ്ജേച്ചിനെ. അപ്പോൾ അഞ്ജേച്ചിയുടെ മാരേജ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിൾ വെഡിങ് ആണ്. നമ്മൾ ഗുരുവായൂർ വെച്ചിട്ടോ മാരേജ്. അതും ഏപ്രിൽ 30 പക്ഷെ അത് കഴിഞ്ഞിട്ടാട്ടോ ഈ വ്ളോഗൊക്കെ വരുന്നുണ്ടാവുക എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ എന്തൊക്കെ അഞ്ജുഷിൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കാണും. അപ്പോൾ നമ്മളുടെ ഒരു ഒരുക്കങ്ങളുടെ വ്ളോഗായിരിക്കും ഇത്. അപ്പോൾ ഇനി നമ്മുടെ വെഡിങ് വ്ളോഗും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സൽക്കാരമാണ് നമ്മുടെ ഇവിടെ ഒരു പരിപാടിയുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും പോയി കാണാം. അപ്പോൾ ഇനി നമ്മൾ വെഡ്ഡിങ് പ്രിപ്പറേഷൻ്റെ ഓരോ സ്റ്റെപ്പ് വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ജുഷിയുടെ വെഡ്ഡിങ് സാരി പർച്ചേസ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കല്യാൺ സിൽക്സിലും അതേപോലെ തന്നെ ജയലക്ഷ്മി, കസവികേന്ദ്ര എല്ലായിടത്തും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക്കാണ് ഈ വെഡ്ഡിങ്ങിൽ എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ജുഷിൻ്റെ വെഡ്ഡിങ് സാരി എടുക്കുന്നതിനൊപ്പം തന്നെ നമുക്കുള്ള ഡ്രസ്സ് കൂടി നമ്മൾ എടുക്കുന്നതായിരുന്നു. കാരണം ഇനിയിപ്പോൾ അതിനായിട്ടൊരു സമയം കണ്ടെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു, വലിയമ്മ ഉണ്ടായിരുന്നു, അഞ്ജുച്ചി, അമ്മു എല്ലാവരും കൂടി ഉണ്ടോ പോയത്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടിയുള്ള ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തു കേട്ടോ. കാരണം ഇനിയിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനും അതിനുള്ള സാധനങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു മെയിൻ ടാസ്ക് കഴിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ എക്സാംസിനൊക്കെ ആയിട്ട് ഞാൻ പാലക്കാട് പോയി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് പിന്നെ വെക്കേഷൻ ആയപ്പോഴാണ് ഞാൻ രാമനാട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും അവിടെ പെയിൻ്റൊക്കെ അടിച്ച് ലൈറ്റും അതേപോലെ റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ കല്യാണം സമയമായല്ലോ, സമയം എടുത്തു. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തീർക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ സാരി മാത്രമേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഫൈനലി ഞാൻ അമ്മൂൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇത്ര ദിവസം അമ്മൂനെ ഇവിടെ കണ്ടിട്ടില്ല. അവിടെ കല്യാണം നടക്കുമ്പോൾ വീടായിട്ട് ഒരു അമ്മ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് അമ്മു വന്നു. അപ്പം നമ്മളിത് കാണിക്കും. അതാണ് അഞ്ജുഷീൻ്റെ നമ്മൾ സെക്കൻഡ് സാരിക്ക് വേണ്ടിയിട്ട് ഉള്ള റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പട്ട. നമ്മൾ ഫസ്റ്റ് സാരിക്ക് വേണ്ടിയിട്ട് ഇട്ട് കേട്ടോ. ഇതാ ഹായ്. നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അഞ്ജുഷിൻ്റെ ജ്വല്ലറീസ് സെറ്റാക്കാനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ഓരോന്നും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ജുഷിൻ്റെ സാരി ഡ്രൈപ്പ് ചെയ്യാനും റോൾ ചെയ്യാനുണ്ടായിരുന്നു. അത് കൊടുക്കാൻ പോയപ്പോൾ നമ്മൾ കുറച്ച് റെൻറ്റ് ജ്വല്ലറീസും കൂടി അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ രാമനാട്ട് സ്റ്റാൻഡ് ഉള്ളിൽ തന്നെയുള്ള കട കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതും കൂടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അഞ്ജുഷി ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ജുഷിയുടെ സെക്കൻഡ് സാരിക്കുള്ള ഒരു ലുക്കിലേക്കുള്ള ഇതും കൂടി നമ്മൾ അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഓരോന്ന് ഇങ്ങനെ വെച്ച് നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം നമ്മൾ അഞ്ജുഷിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കടയ്ക്കാട്ടോ വന്നത്. ഇതൊരു ഡിസൈനിങ് ഹബ്ബാണ്. അഞ്ജുഷിയുടെ ബ്ലൗസസ് ഡിസൈൻ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഓൾറെഡി ഇങ്ങനെ കുറേ ഡ്രസ്സിങ് മെറ്റീരിയൽസും അതേപോലെ തന്നെ ജ്വല്ലറീസും ഒക്കെ ഉള്ളൊരു കടയാണ്. ഇത് നമ്മുടെ പാറമ്മലുള്ള ആകൃതിയാണ് കേട്ടോ. ഇവർക്ക് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ ഓൾറെഡി അവർ ഡിസൈൻ ചെയ്ത് വെച്ച സാധനങ്ങളാണ് കേട്ടത്. പിന്നെ അഞ്ജുഷിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു വെഡ്ഡിങ് ബ്ലൗസ് ആണല്ലേ, ഫുൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത വർക്കാണ്. അപ്പോൾ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. നന്നായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ഇരുന്നിട്ട് അത് കണ്ടോ, അവർ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന വർക്ക്സാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ. നല്ല നല്ല കളക്ഷൻസും നല്ല നല്ല ഡ്രസ്സിങ് മെറ്റീരിയൽസും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതിനൊക്കെയുള്ള ഓർഡേഴ്സ് കൊടുത്ത് അവർക്ക് ഒരുപാട് കളക്ഷൻസ് അവർ മോഡൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ അന്വേഷിച്ച് ബ്ലൗസസിനുള്ള ഇതൊക്കെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് നല്ല പണിയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് വിറക് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള. അപ്പോൾ നമുക്കൊരു കുട്ടിപ്പുര പോലെ സാധനമുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി, കാരണം എല്ലാവരും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഇങ്ങനെ പണി ചെയ്യായിരുന്നു. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് വിറകുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഓരോരോ പണികളായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫുൾ മാരേജിൻ്റെ എന്താ പറയുക പേർച്ചേസിലാണ് ഗൈസ്. അമ്മു ഉണ്ട് കേട്ടോ. നമ്മൾ അമ്മു ഞാനും കൂടിയാണ് പോകണം. ഇതുവരെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിട്ടില്ല. 10 മിനിറ്റ് അവിടെ നിന്നാൽ മതി എന്നാണ് അമ്മു പറഞ്ഞത്. 10 മിനിറ്റ് ആയിട്ട് ഇപ്പോൾ എത്ര നേരമായി. അമ്മു ഇതുവരെ ബ്ലൗസ് അടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളത് അടിക്കാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ ബ്ലൗസ് അടിച്ചു കേട്ടോ നമ്മൾ. പിന്നെ നമുക്ക് സാധനം വാങ്ങാനായിട്ട് എന്തിനു കാണിക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എൻ്റെ അമ്മൂൻ്റെയും ഡ്രസ്സ് ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. കളർ ചേഞ്ചാണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ജ്വല്ലറീസും ഏകദേശം ഒരേപോലെ തന്നെ എടുക്കേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മൾ വന്നത്. ഇത് രാമനാട്ട സ്റ്റാൻഡിൽ പുതിയതായിട്ട് തുടങ്ങിയൊരു ഫാൻസിയാണ് കേട്ടോ. ഇവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്ന് കിട്ടി കേട്ടോ. ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഒക്കെ വാങ്ങിയത്. നമ്മൾ വൈകുന്നേരം കയറിയിട്ട് രാത്രിയാണ് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ നമ്മൾ
പിറ്റേ ദിവസം അമ്മമ്മേൻ്റെ സ്പെഷ്യൽ പുളിയിഞ്ചി ഉണ്ടാക്കണം. അമ്മമ്മേൻ്റെ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് ഇങ്ങനെ കണ്ടു നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ 5 വയസ്സിക്ക് കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാമനാട്ടിലായിട്ട് കൊറിയർ ഓഫീസ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കൊറിയർ എടുത്തോട്ടാം. പിന്നെ നമ്മളിത് അൺബോക്സ് ചെയ്ത് തിരക്കിലായിരുന്നു. അപ്പോൾ 5 വയസ്സിൻ്റെ ഡ്രസ്സുകൾക്കുള്ള വളയായിട്ടായിരുന്നത്. അത് ഓരോ കളർ അനുസരിച്ച് നമ്മളിങ്ങനെ അൺബോക്സ് ഒക്കെ ചെയ്ത് വെച്ചു കേട്ടോ. 5 ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത എന്താ നോക്കാം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മൊത്തം, അതായത് നമ്മുടെ ഫ്രിഡ്ജ് നന്നാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് നന്നാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഈ ഒരു ലാസ്റ്റ്, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സെക്ഷൻ തുടങ്ങാം, പിന്നെ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കി ഫുൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് തിരിച്ചു വെച്ചു കേട്ടോ. നമ്മളെ പണി ഇവിടെ വൃത്തിയാക്കാനുള്ളതാണ് കേട്ടോ ഗൈസ്. നമ്മളിങ്ങനെ കാലിയാക്കിയിട്ട് ഈ ഒരു ഫസ്റ്റ് റോയിന് നമ്മൾ സെക്കൻഡ് റോയിൽ നമുക്ക് ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ഈ മുകളിലത്തെ സംഭവങ്ങളൊക്കെ താഴ്ത്തിക്ക് ഇറക്കണം. അതൊക്കെ പുതിയതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇതാക്കണം. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ അമ്മമ്മേൻ്റെ സ്പെഷ്യൽ മീൻകറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഇറക്കി കൊടുക്കാനുള്ള പരിപാടി മാത്രമേ നടക്കുള്ളൂ. നമ്മളിങ്ങനെ ഇറക്കി കൊടുക്കുക. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഇറക്കി കൊടുത്തിട്ട് പോവും. ബാക്കി അമ്മമ്മ ചെയ്യും. അമ്മമ്മ ഭയങ്കര പുച്ഛഭാവമായിട്ട് കിടക്കുക. നോട്ടങ്ങൾ ഗേസ് നമ്മൾ വേണ്ടാത്തതൊക്കെ മാറ്റി വെച്ചു. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഫുള്ള് കാലിയാക്കി. നമുക്ക് മുകളിൽ നിന്ന് പുതിയതൊക്കെ എടുത്തിട്ട് താഴ്ത്തിക്ക് കൊണ്ട് വയ്ക്കാം കേട്ടോ. ഇത് പൊട്ടിക്കും. ഇതൊക്കെ നമ്മളെ എല്ലാ വീട്ടിലും ഉണ്ടാവും, ഇങ്ങനെ പെട്ടിയിൽ പൂട്ടി വെച്ച് മാത്രം ഭാഗ്യമുള്ള കുട്ടികൾ. അത് കുറച്ച് ആൾക്കാരാണ് നമ്മൾ ഇന്ന് പൊളിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഇവിടെ വെറുതെ കിടക്കുന്നതാണ്. നമുക്കിതൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങാം. ഇത് പ്ലേറ്റ് അല്ല, ആണോ ഈ പാത്രത്തിൽ ഇപ്പം നമ്മളിവിടെ യഥാർത്ഥത്താക്കി. അപ്പം നമ്മൾ പ്ലേറ്റുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കേട്ടോ, പുതിയ പ്ലേറ്റ്സൊക്കെ എടുത്തിട്ട്. അപ്പം നമ്മളിതാ ഇവിടെ നിന്ന് ഒരു പുതിയത് നമ്മൾ പൊട്ടിച്ചത് അഞ്ജുഷിൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചാട്ടോ. ഇത് നമ്മുടെ കപ്പും സോസറാണ്. ഇത് കണ്ട, ഇതിൻ്റെ സോസർ, നമ്മുടെ കപ്പ്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളിതിൽ ചായ കൊടുക്കുന്നു, പാല്, പഞ്ചസാര ഇടാൻ, അതേപോലെ തന്നെ എന്നിട്ട് ചായ ഉണ്ടാക്കിയിട്ട് നമുക്കിങ്ങനെ കൊടുക്കാൻ. സോ ഇങ്ങനത്തെ 2 ഇതാട്ടോ നമ്മൾ കണ്ട. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്കൊന്ന് ബാങ്ക് വരെ പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ജുഷിൻ്റെ കുറച്ച് പേപ്പേഴ്സ് റെഡി ആക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടെ പോയി. അപ്പോൾ ബാങ്കിൽ അധികം തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് ആ പരിപാടി നമ്മുടെ വേഗം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം ഒക്കെ ഓരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങുക എന്നുള്ള കേട്ടോ. കാരണം നമുക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ വാങ്ങാൻ മറക്കും, പിന്നെയും പോവും, അങ്ങനെ കേട്ടോ. പിന്നെ വൈകുന്നേരം എൻ്റെ ഷോപ്പിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഈ അല്ലറ ചില്ലറ സാധനങ്ങൾ ഉണ്ടാവില്ല, അത് വാങ്ങാൻ വേണ്ടി പോകാണ്ടായിരുന്നു. അപ്പോൾ വലിയ വിളിച്ചിന് ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് രാത്രിയായിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അങ്ങനെ ആ ദിവസം നമുക്ക് കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ പുറത്തുള്ള മുറ്റത്ത് ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ജുഷി വെള്ളം ഫുള്ളടിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോൾ അതിനുള്ള പൈപ്പൊക്കെ വലിച്ച് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അഞ്ജുഷിൻ്റെ പണിയായിരുന്നു. അഞ്ജുഷി ഫുള്ളിങ്ങനെ നല്ല ഫോഴ്സിലിട്ട് അടിച്ച് നമ്മൾ ആ ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഹായ് ഗൈസ്, സോ നമ്മൾ ഒരു ഇപ്പോൾ രാത്രിയുടെ സമയം രാത്രി ഒരു മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കുകയുണ്ടോ. ഇതിൻ്റെയൊക്കെ വിധി എന്താണെന്ന് അറിയില്ല. കല്യാണം ആയതുകൊണ്ട് നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ കൊണ്ടുവരികയാണ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ഇന്ന് നമ്മൾ കുറച്ച് അമ്പലങ്ങളിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് റെഡി ആവണം. ഞാനിപ്പോൾ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോൾ സമയം 6:30 കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ റെഡി ആവാം. കുളിക്കൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലദർശനത്തിൻ്റെ ദിവസം കേട്ടോ. അപ്പോൾ നമ്മൾ വളയനാട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ അടുത്തുള്ളൊരു അമ്പലത്തിലും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് പ്രസാദമൊക്കെ മേടിച്ചു. നമുക്കൊരു വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് മസാല ദോശ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴി തന്നെ അന്വേഷിച്ച് ബാക്കിയുള്ള ജ്വല്ലറീസും കൂടി നോക്കാൻ പോയി. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ അമ്പല ദർശനം കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെയാണ് ബാക്കി അമ്പല ദർശനം. അയ്യോ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറേ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ എൻ്റെ ഒരു കോലൊക്കെ ഫുൾ. അപ്പോൾ
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുബാറക് ജ്വല്ലറിയിലേക്കായിട്ട് പോയത്. അപ്പോൾ വലിയച്ഛനും വലിയമ്മയും ഞാനും അഞ്ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഇവിടെ പണിയിക്കാൻ കുറച്ച് ജ്വല്ലറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇനി ഇത് പാക്ക് ചെയ്യാൻ പോകാനായിട്ട് നമ്മൾ വെഡിങ്ങിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓരോരോ കവറിലാക്കി വെക്കാൻ പോവാണ്. നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് എടുക്കാനും ഇതാക്കും. അപ്പോൾ നമ്മൾ ഗുരുവായൂർക്ക് കൊണ്ടുപോകാനുള്ളതും തലേദിവസം ഇടാനുള്ളതും കല്യാണത്തിൻ്റെ ഒക്കെ നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കാൻ പോകാനുണ്ട്. അപ്പോൾ അമ്മ അവിടെ ഫുൾ ഇച്ചിരി ചൊറിച്ചിലവിടെ കാണാം നമുക്ക്. അപ്പോൾ നമ്മളിതാ ഫുൾ ഇവിടെ ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് മൊത്തം അതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇനി അത് മാറ്റി ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇനി നമുക്ക് അധികം ദിവസങ്ങളൊന്നും ഇല്ല കേട്ടോ. മറ്റന്നാൾ ഉച്ചയ്ക്ക് നമ്മൾ ഗുരുവായൂരിലേക്ക് പോകും. അപ്പോൾ അതിന് മുൻപുള്ള ലാസ്റ്റ് കുറച്ച് പ്രിപ്പറേഷൻസിലാട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ അഞ്ജുശ്വര ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്തതൊക്കെ എല്ലാം പോയി റെഡി ആണോ ചെക്ക് ചെയ്തൊക്കെ വന്ന് അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ തുടരും സിനിമ കാണാൻ പോകുക കേട്ടോ. അപ്പോൾ 10 മണിക്കാണ് ഷോ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ സുരഭി മോളിൽ പോയിട്ടാണ് കാണാൻ. ഞാനും അമ്മും വലിയച്ഛനും വലിയമ്മയും അഞ്ജുശ്വര എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തിരക്കില്ലാത്ത വേഗം പോയി കാണാമെന്ന് വിചാരിച്ചു. ഹൗസ്ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പോയി സിനിമയൊക്കെ കണ്ടു. അടിപൊളി മൂവിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞു. ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഫുൾ തിരക്കായിരുന്നു കേട്ടോ. കാരണം കുറേ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിയേട്ടൻ വന്നു. സോ നമുക്ക് ഫുൾ തിരക്കായിരുന്നു. നമുക്ക് ഓരോന്നിങ്ങനെ ഉണ്ടാക്കാനൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിനി കുറേ വിശേഷങ്ങൾ ഇങ്ങനെ കാണണ്ടോ. സോ ഗൈസ്, നമ്മുടെ മെയിൻ പരിപാടി ഇവിടെ തുടങ്ങാൻ കേട്ടോ. നമ്മളെല്ലാം തേച്ച് മടക്കി എടുത്ത് വയ്ക്കാതെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ റെഡിയാക്കണം. ഓരോന്നായി ചെയ്തിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ആക്കി നമുക്ക് ഓരോരോ ബാഗിലാക്കണം കേട്ടോ. അപ്പോൾ അമ്മയുടെ കൂടി ചെയ്യാണ്ട്, കാരണം അമ്മ അന്ന് ഈവനിങ്ങേ വരുള്ളൂ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇനി അതിലേക്കുള്ള ഫാൻസീസൊക്കെ നമുക്ക് കറക്റ്റ് എടുത്ത് വെക്കണം. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് നമുക്ക് കുറച്ച്, അതായത് സാരി നമുക്ക് പ്ലീറ്റ് ഇടാനുണ്ട്. അപ്പോൾ അതിടുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഫാൻസീസും കൂടി അത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ പണികളും ഇങ്ങനെ കഴിച്ച് വരികയാണ്. അപ്പോൾ ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അമ്പലം കൂടിയും പോകാണ്ടായിരുന്നു ഇവിടെ അടുത്തുള്ളത്. നമുക്ക് അന്ന് പോകാൻ പറ്റാത്ത അമ്പലങ്ങളാട്ടോ. അപ്പോൾ നമ്മളിവിടെ രാമേശ്വരം, നെല്ലിക്കോട്ടാവ്, അതേപോലെ തന്നെ പരിഹാരപുരം, ആ അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് വന്നു കേട്ടോ. അപ്പം അഞ്ചേശി ഞാനും കൂടിയും എല്ലാ അമ്പലങ്ങളും ചുറ്റി വന്നു. ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് നമ്മൾ ഗുരുവായൂരിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് ഗുരുവായൂരിൽ പോകാറുണ്ട്. അതിന് മുന്നത്തെ ദിവസമായിരുന്നു മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീലക്ഷ്മി അഞ്ജുശ്വര കസിനാണ്, അവളാണ് കേട്ടോ മൈലാഞ്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പാറുണ്ടിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അഞ്ജേഷിൻ്റെ കയ്യിൽ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരമാണ് അവൾ ആ നടുവെന്ന് ഉയർത്തിയത്. കാരണം അമ്മൂൻ്റെ ഇടാണ്ടായിരുന്നു, പിന്നെ പാറുണ്ടി, അഞ്ജുശ്വരി, പിന്നെ എന്നെ ഉണ്ടായിരുന്നു. എന്നെ ഞാനാണ് ഇട്ടത്, പിന്നെ ഒരു കയ്യിൽ അവൾ ഇട്ടതെന്ന് കേട്ടോ. അത് കഴിഞ്ഞ് അഞ്ജുശ്വരുടെ ബ്ലൗസ് വാങ്ങാൻ വേണ്ടി പോയി. കാരണം നാളെ നമുക്ക് പോകുമ്പോൾ ഒന്നും നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ പരിപാടിയും കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് രാത്രിയായിട്ട്. ഹായ് ഗൈസ്, സോ നമ്മൾ നാളെ ഉച്ചയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒന്നും റെഡി ആയിട്ടില്ല. അതായത് ഞാനെല്ലാം അയൺ ചെയ്തും എല്ലാ സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചു. പക്ഷേ ഞാൻ എന്താ പറയുക, ഒന്നും ഫേസിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു, ത്രെഡ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെയാണോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് എന്തായിരുന്നു ഫേഷ്യൽ ഒന്നും വെച്ചില്ല, ഫേസ് റേസേഴ്സ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഐബ്രോസും ഒന്ന് ത്രെഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ മൈലാഞ്ചി കണ്ടത് ഒട്ടും ചകന്നില്ല. ഇപ്പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ, പക്ഷെ ഒട്ടും ചകന്നില്ല. കാരണം നമ്മൾക്ക് പെട്ടെന്ന് ആവശ്യം വന്നിട്ട് നമ്മൾ അഞ്ജുഷിൻ്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ പിന്നെ നമുക്ക് അയക്കേണ്ടി വന്നിട്ട് പെട്ടെന്ന്, കാരണം പഞ്ചസാര വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര ഒട്ടിലായിരുന്നു. അപ്പം നമുക്ക് എണ്ണ തേച്ചിട്ട് നമുക്ക് കിടക്കാൻ നേരത്തെ എണ്ണ വെച്ച് വെക്കാം. എന്താവും എനിക്കറിയില്ല, രാവിലേക്ക് എന്തെങ്കിലുമൊക്കെ കളറാവുമായിരിക്കും. എൻ്റെ ഒരു ഇത് വേണ്ട. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇടാം കേട്ടോ. ഒരു ഭാഗം ഇവിടെ അഞ്ജുഷിൻ്റെ ഇട്ടപ്പെട്ടാണ്. അപ്പോൾ എന്തായാലും നല്ല രാത്രി ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴാണ് ഓരോന്ന് ചെയ്യാൻ പോകുന്നത്, നമുക്ക് സമയം കിട്ടില്ല. നമ്മൾ കുറേ ഈ മൈലാഞ്ചിലൊക്കെ ചെയ്തിട്ടോ. അമ്മമ്മ ഉറങ്ങി അവിടെ. അപ്പം ഞാൻ അഞ്ജുഷിൻ്റെ അടുത്ത് വന്നിട്ട് ഓരോന്ന് ചെയ്യാൻ പോകണം. അപ്പോൾ എനിക്കിതിൻ്റെ ഫേസ് ഒന്നിങ്ങനെ റേസേഴ്സ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ത്രെഡ് ചെയ്യണം. അത്രയും നമുക്ക് ചെയ്യണം. അപ്പം ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഫേസ് ഭയങ്കര എന്താ പറയുക, കാരണം ഞാൻ ഒന്നും പോലും വാഷ് ചെയ്തിട്ടില്ല, കാരണം അത്ര തിരക്കായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇന്നിപ്പോൾ എണ്ണയാണ് കേട്ടോ തേക്കുന്നത്. കാരണം നമുക്ക് മോയ്സ്ചറൈസറും തേച്ചിട്ട് എടുക്കണ്ട, കാരണം മുഖം ഒന്ന് വാഷ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയാകുമ്പോൾ. അപ്പോൾ എണ്ണയാകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എണ്ണ ആയിട്ടോ ഏറ്റവും ഗുഡ് മോയ്സ്ചറൈസർ എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ചിലവർക്ക് എണ്ണ തേച്ചാൽ കുരുവൊക്കെ വരും. എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അതാണ് ഫേസ് നന്നായിട്ട് എണ്ണ ഇട്ടിട്ട് മസാജ് ചെയ്യുക. ഇനി നമുക്ക് ഫേഷ്യൽ റൈസേഴ്സൊക്കെ ഞാൻ ഇതിൻ്റെ കുറച്ച് എനിക്കറിയാം. ഫേഷ്യൽ റൈസേഴ്സ് നമുക്ക് ഈ ഒരു ഫേസിൽ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഐബ്രോസും
നമുക്ക് ത്രെഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഒന്ന് ഫേസ് ഒന്ന് എന്താ പറയുക റേസർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ത്രെഡ് മീൻസ് ഞാൻ റേസർ വെച്ചിട്ട് തന്നെയൊക്കെയാണ് ചെയ്യാറ്. അപ്പം ഇനി നമുക്കൊരു ഫേസ് മാസ്ക്, അത് നൈറ്റ് അപ്ലൈ ചെയ്യുന്ന ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത് നമ്മൾ റൈസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒന്നാണ്. അപ്പം രാവിലെ ഞാൻ വേറെ ഒന്നും ചെയ്യാറുണ്ട്, അതുകൊണ്ട് അടുത്ത് നൈറ്റ് ആയിരുന്നു 15 മിനിറ്റോളം ഞാനിത് വെച്ച് ഇത് നമുക്കൊന്ന് ഉണങ്ങി നമുക്കിനെ തോന്നുന്ന സമയത്ത് നമ്മളിത് കഴുകി കളയുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ആണ്. എന്നിട്ട് പിന്നെ നമുക്ക് പോയി കിടന്നുണ്ടോ നാളെ പ്ലാൻ. സോ നമ്മളിത് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് തുടങ്ങും. അപ്പം നമുക്ക് മുഖം മുഖം വാഷ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രഷ്നെസ്, ഒരു ഗ്ലോപ്പ് ഒന്നും അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു ഫേസ് മാസ്ക് ആട്ടോ. അപ്പം എന്തായാലും ഇപ്പം തേച്ചു നമ്മൾ. ഇനി നമുക്ക് ഇതൊന്ന് എന്താ പറയുക ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ.